നമസ്കാരം, ഞാൻ ഷാനോജ്. നിങ്ങൾ അതിഗൗരവത്തോടെ നോക്കിക്കാണേണ്ട ഒരു പ്രത്യേക സാഹചര്യമാണ് ഇന്നത്തെ. നമ്മുടെ കുടുംബത്തിലെ അല്ലെങ്കിൽ നമ്മളെ സ്വന്തം മക്കൾ വരുന്നൊരു തലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന് പറയുന്നത് ആവേശം കൊള്ളിക്കുന്ന, അവരെ ജീവിതത്തെ മടുപ്പിക്കാതിരിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു തരം കെമിക്കൽ റിയാക്ഷൻ കൊടുക്കുന്ന ഒരു ലഹരി പദാർത്ഥം ഇന്ന് നമ്മളെ പിടിച്ചു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. പിടിമുറുക്കുന്നത് വലിയൊരു തലമുറയ്ക്കുള്ള ആപത്തിന്റെ ലക്ഷണമാണത്. നമ്മുടെ കുട്ടികളെ നമ്മൾ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു ചോദ്യം. നിയമ സംവിധാനത്തിന്റെ എല്ലാവിധ പഴുതുകളും അടച്ചുകൊണ്ട് തന്നെ ഒരുക്കിയിട്ടുള്ള വലയിൽ അവര് അധികം വീഴുന്നില്ല. വീണാൽ തന്നെ പരിമിതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവരെ വീണ്ടും ഇതിലേക്ക് പ്രേരണ ഉണ്ടാക്കുന്നുണ്ട്. അതും നമ്മൾ കണക്കിലെടുക്കണം. ഇതിൽ വഴുതി പോവാതെ എങ്ങനെ നമ്മുടെ കുട്ടികളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിനുള്ള വഴികൾ ഒരുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. ഇത് ഓരോ വ്യക്തികളും പോലീസുകാരാവേണ്ടത് എങ്ങനെയെന്നുള്ളത്, ഏത് തരത്തിലുള്ള പോലീസുകാരാവണം എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പോലീസുകാരാവുക എന്ന് പറയുന്നത് അതൊരു വേറെ വിഷയത്തിലേക്ക് മാറിപ്പോകും. അപ്പോ ഇവിടെ നമ്മളെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ നിയമ സംവിധാനത്തിന്റെ മുന്നിലേക്ക് ഈ ഒരു ക്രിമിനൽ പശ്ചാത്തലം ഒരുക്കുന്ന സംഘങ്ങളെ നമ്മൾ തന്നെ പുറത്തേക്ക് ചാടിക്കേണ്ടതുണ്ട്. ഇതിൽ ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, ഇത് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ലഹരിയിലേക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ എന്തു സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തർക്കും പഠിപ്പിക്കേണ്ട ആവശ്യം ഇവിടെയില്ല. കാരണം നിലവിൽ നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ദുരനുഭവങ്ങൾ. നമ്മുടെ വീട്ടുകളിൽ, നമ്മുടെ കുട്ടികളിൽ, നമ്മുടെ രക്ഷിതാക്കളിൽ, നമ്മുടെ സഹോദരങ്ങളിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ, നമ്മുടെ രാജ്യത്ത് എന്താണ് ഈ ലഹരിയുടെ അമിതമായിട്ടുള്ള ഉപയോഗം കൊണ്ട് സംഭവിക്കുന്നത് എന്നുള്ള ഓരോ ദിവസവും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് എന്തൊരു വഴി, എങ്ങനെയാണ് ഇതിനെ തടയിടേണ്ടത്, ഓരോരുത്തർക്കും ചിന്തിക്കാം, അതിനുവേണ്ടി പ്രവർത്തിക്കാം. അതിൽ എൻ്റെ ഭാഗത്തുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ഇത് നിങ്ങളൊന്ന് പാലിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കളെ, നമ്മുടെ ഒരു തലമുറയെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും. നോക്കൂ, നമ്മുടെ വീടുകളിൽ നമ്മുടെ കുട്ടികൾ, നമ്മുടെ സഹോദരങ്ങൾ അവരെന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു ഗൗരവമേറിയ ചിന്ത നമ്മൾ എടുക്കണം. എന്തിനാണ് ചിന്ത എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മുടെ മക്കളും നമ്മുടെ സഹോദരങ്ങളും സഹോദരികളും വീടുകളിൽ പരസ്പരം അറിയാതെ ആര് എത്ര എങ്ങനെ എന്ത് നടക്കുന്നു എന്ന് പോലും അറിയാതെ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ ഓരോ വീടുകളിലും ഉള്ളത്. അപ്പോ ഈ ഓരോ വീടുകളിലുള്ള രക്ഷിതാക്കൾ എന്തുകൊണ്ടാണ് അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് സഹോദരങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് സഹോദരിക്ക് അത് നിയന്ത്രിക്കാൻ പറ്റാത്തത്? നമ്മുടെ കാലഘട്ടത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചതിന്റെ ഫലമായിട്ടാണ് അത് ഇങ്ങനെ നടക്കുന്നത്. ഒരു മാറ്റം എന്ന് പറയുന്നത് രക്ഷിതാക്കളുടെ ശിക്ഷണം ഒരു പരിധിവരെ ഇന്ന് നാട്ടിൽ ഇല്ലാതെ പോയി. ശിക്ഷണം എന്ന് പറയുന്നത്, ക്രൂരമായ ശിക്ഷണം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ന് രക്ഷിതാക്കൾ മക്കളെ ശിക്ഷിക്കുമ്പോൾ മക്കൾ രക്ഷിതാക്കളെ ക്രിമിനലാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിയമ സംവിധാനം നമ്മുടെ കുട്ടികൾക്ക് അനുകൂലമായിട്ട് വന്നു.
രക്ഷിതാക്കളുടെ ശിക്ഷ അത് കുട്ടികളുടെ ജീവിതത്തിൽ ഭയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ സൊസൈറ്റിയുടെ നന്മയിൽ നിന്ന് തിന്മയിലേക്കുള്ള ഒരു വഴി ഒരുക്കുകയാണ് നമ്മൾ ചെയ്തത്. എന്നാൽ രക്ഷിതാക്കൾ ഏത് തരത്തിലുള്ള ശിക്ഷയാണ് മക്കൾക്ക് കൊടുക്കേണ്ടതെന്നുള്ളത് പഠിപ്പിക്കാൻ പോലും ഇന്ന് സൊസൈറ്റിയിൽ സൗകര്യമില്ല. നമ്മുടെ രക്ഷിതാക്കൾക്ക് അവരുടെ മക്കൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ശാസിക്കാനോ ശിക്ഷിക്കാനോ വഴി പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരാനോ ഒരു സംവിധാനം ഇന്ന് നഷ്ടപ്പെട്ടു പോയി. കാരണം ഏതെങ്കിലും കാരണവശാൽ ഇന്നൊരു രക്ഷിതാവ് കുട്ടികളെ കണ്ണുകൊണ്ട് നോക്കിയാൽ പോലും, ചെറുതായൊന്ന് ശാസിച്ചാൽ പോലും ശിക്ഷിക്കപ്പെടുന്ന നാടായി മാറിക്കഴിഞ്ഞു നമ്മുടേത്. നമുക്ക് ആദ്യം അവിടെ തന്നെ വീഴ്ച പറ്റിക്കഴിഞ്ഞു. മാതാപിതാ ഗുരു, ഈ മാതാവും പിതാവും ഗുരുവും ഒരു ശിഷ്യൻ അല്ലെങ്കിൽ മക്കളെയോ മറ്റുള്ള വിദ്യാർത്ഥികളെയോ അവരെ നേർവഴിക്ക് നയിക്കേണ്ട ആളുകൾ തന്നെയാണ്. മാതാവും പിതാവും കഴിഞ്ഞാൽ പിന്നെ അധ്യാപകരാണ്, ഗുരുക്കന്മാരാണ്. ഇന്ന് ഗുരുക്കന്മാർക്കുള്ള സ്വാതന്ത്ര്യം എത്രയുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഈ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയതിന്റെ കാരണം ചില അറിവില്ലായ്മ കൊണ്ട് കാണിച്ചിരിക്കുന്ന ചില അധ്യാപകരുടെയും ഗുരുക്കന്മാരുടെയും അവരുടെ പ്രവൃത്തി മൂലം ഇന്ന് നമ്മൾ ശിക്ഷ കൊടുക്കേണ്ട വിദ്യാർത്ഥികൾക്ക് ശിക്ഷ കൊടുക്കാതെ പഠിപ്പിക്കുന്ന രീതി ഇന്ന് നിലവിൽ വന്നപ്പോൾ അവിടെ സംഭവിച്ചത് വിദ്യാർത്ഥികൾക്ക് അധ്യാപകരെ ഭയമില്ലാതായി, മാതാപിതാക്കളോട് ബഹുമാനമില്ലാതായി, സൊസൈറ്റിയോട് തന്നെ പുച്ഛമായിട്ട് തോന്നുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഒരു നാട്ടിൽ ഒരു കുട്ടി വളർന്നു വരുന്നുണ്ടെങ്കിൽ അത് ആ നാടിന്റെ കുട്ടിയായിട്ടായിരുന്നു കുറെ കാലങ്ങൾക്ക് മുമ്പ് അനുഭവിച്ചത്. ഞാനടക്കം എന്റെ വീട്ടിൽ നിന്നൊരു തെറ്റ് സംഭവിച്ചാൽ, ഞാനൊരു സമൂഹത്തിൽ അപ്പുറത്തു നിന്നൊരു തെറ്റ് ചെയ്യുമ്പോൾ, നീ ആരടാ, നീ എന്താടാ, നിനക്ക് എന്താണ് ഇങ്ങനെ ചെയ്യാനുള്ള ഇത് എന്ന് ചോദ്യം ചെയ്യാനുള്ള ഒരു സമൂഹം ഉണ്ടായിരുന്നു ഇവിടെ. ഇന്ന് അതില്ല. ആര് എന്ത് എങ്ങനെ ആയിക്കഴിഞ്ഞാലും ഇവിടെ ഒന്നുമില്ല. അതുകൊണ്ട് ഇന്ന് നമ്മുടെ സൊസൈറ്റി നേരിടുന്ന ഈ പ്രതിസന്ധിക്ക് കാരണം വിദ്യാർത്ഥികളിൽ, മക്കളിൽ, സഹോദരങ്ങളിൽ ബഹുമാനവും അതിൻ്റെ ഗുരുത്വവും നഷ്ടപ്പെട്ടു പോയതിന്റെ ഫലമായിട്ടുണ്ടായതാണ്. ഇവിടെ ഒരു കാര്യമാണ് ഞാനിപ്പോൾ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ വീടുകളിലും നമ്മുടെ വിദ്യാലയങ്ങളിലും ശിക്ഷണ രീതിയുടെ മാറ്റങ്ങൾ സംഭവിച്ചപ്പോൾ ഇന്ന് കുട്ടികളിലുണ്ടായ മാറ്റമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. ഗുരുക്കന്മാരെ ഭയമില്ലാതായി, മാതാപിതാക്കളെ ഭയമില്ലാതായി. അപ്പോൾ തന്നെ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ നാശത്തിന്റെ തുടക്കം കുറിച്ചു കഴിഞ്ഞു. നമ്മുടെ സൊസൈറ്റിയിൽ, സമൂഹത്തിൽ മാറ്റങ്ങൾ വേണം എന്ന് വാതോരാതെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ മക്കൾ നമ്മുടെ സൊസൈറ്റിയിലേക്ക് എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ. ദശലക്ഷം വിദ്യാർത്ഥികൾ ഓരോ വർഷവും വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഒന്നുമില്ലാതെ അവർ അലഞ്ഞു തിരിയേണ്ട അവസ്ഥയിൽ അവർക്ക് കിട്ടുന്ന ആശ്വാസം ലഹരിയായിട്ട് മാറുന്നു. രണ്ടാമത്തെ വിഷയം, അവർക്ക് എന്താണ് ലക്ഷ്യമുള്ളത്? ലക്ഷ്യം കാണിച്ചു കൊടുക്കാൻ ഇവിടെ എന്താണുള്ളത്? വിദ്യാഭ്യാസ മേഖലയിൽ എന്ത് ലക്ഷ്യമാണുള്ളത്? എത്ര കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊണ്ട് ഈ സമൂഹത്തിൽ, ഈ സൊസൈറ്റിയിൽ, അല്ലെ ഈ ലോകത്ത് എത്ര ശതമാനം വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവിതത്തെ മാറ്റി ഒരു നല്ലൊരു സ്വപ്നം കാണുന്ന ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വിദ്യാഭ്യാസം നമുക്കുണ്ടെന്ന് തോന്നുന്നുണ്ടോ? രണ്ടാമത്തെ പിഴവ് നമുക്ക് സംഭവിച്ചു. വിദ്യാഭ്യാസം എന്നുള്ളത് ഒരു ബിസിനസ്സും മറ്റു മാർഗങ്ങളിലേക്കും മാറിയപ്പോൾ അതിന്റെ പഠന നിലവാരവും അവരുടെ മാതൃകാപരമായിട്ടുള്ള മാറ്റങ്ങളും ഇന്നിവിടെ നശിച്ചുപോയി. അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് വീണ്ടും നമ്മൾ അനുഭവിക്കുന്ന, ഈ സൊസൈറ്റിയിൽ അനുഭവിക്കുന്ന ഈ ഒരു അവസ്ഥയ്ക്കുള്ള കാരണം. മൂന്നാമത്തേത്, വിദ്യാർത്ഥികൾക്ക് എന്ത്, എങ്ങനെ, എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ, ആരുടേത് എന്നുള്ള രീതിയിൽ അവരെ തിരിച്ചറിവ് കൊടുക്കാനുള്ള ഒരു നല്ലൊരു വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്കില്ലാതെ പോയി. അത് നഷ്ടപ്പെട്ടു പോയി.
നോക്കൂ, മുമ്പുള്ള കാലഘട്ടങ്ങളിൽ അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു ശതമാനം ഇല്ലായിരുന്നു. അന്ന് ചിലപ്പോൾ നിങ്ങൾ പറയും അന്ന് ആളുകളുടെ ജനസംഖ്യയുടെ വർധനവ് ഉണ്ടായിരുന്നില്ലെന്ന്. എന്നാൽ ഇന്ന് ജനസംഖ്യയുടെ വർധനവിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളാണോ നമുക്ക് സംഭവിക്കുന്നത്? ഓരോ ജയിലുകളും നിറഞ്ഞൊഴുകുകയാണ്. എവിടെ താമസിപ്പിക്കണമെന്ന് പോലും അറിയത്തില്ല. കൊടും ക്രിമിനലുകളായിട്ട് മാറിയിരിക്കുന്ന ആളുകളെ എങ്ങനെ മാറ്റിയെടുക്കണമെന്ന് പോലും അറിയത്തില്ല. ഒരു ജയിലിലേക്ക് ഒരു ആള് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ തിരിച്ചു വരുന്നത് ക്രിമിനലായിട്ടാണ് വരുന്നത്. ജയിൽ എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ പശ്ചാത്തലം ഒരുക്കാനുള്ള സ്ഥലമല്ല. ജയിൽ എന്ന് പറയുന്നത് ഏറ്റവും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു സ്ഥലമായിട്ടാണ് അതിനെ കാണേണ്ടത്. അപ്പോ ഇന്നത്തെ ചിന്ത, ഇന്നത്തെ സൊസൈറ്റിയിൽ നമ്മുടെ കുട്ടികൾക്ക് നേരിടുന്ന MDMA പോലെയുള്ള പല മയക്കുമരുന്നുകളും അതോടനുബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളത് നമ്മുടെ മാതാപിതാക്കളും രക്ഷിതാക്കളും അതേപോലെ തന്നെ അധ്യാപകരും ഈ സമൂഹത്തോട് ഏറ്റവും കൂടുതൽ കൂറുപുലർത്തുന്ന വ്യക്തികളും ഇതിന് മുന്നിട്ടിറങ്ങി ഇതിനെ അടിച്ചമർത്തേണ്ട അവസാനം വന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മളെ ചിന്ത ഇനി മുതൽ ഇതിന് മാറ്റങ്ങൾക്ക് തുടക്കത്തിലേക്ക് ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു.